ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർത്തേൺ ബ്ലോട്ടിംഗ്. നമ്മൾ ബ്ലോട്ടിംഗ് ടെക്നിക്കിലെ സതേൺ ബ്ലോട്ടിംഗ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നോർത്തേൺ ബ്ലോട്ടിംഗ്. അപ്പം അതിനു മുന്നേ നമ്മൾ നോക്കുന്നത് ആദ്യം എന്താണ് ബ്ലോട്ടിംഗ് ടെക്നിക്സ് എന്ന്. ഇത് നമ്മൾ സതേൺ ബ്ലോട്ടിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തും നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ബ്ലോട്ടിംഗ് ടെക്നിക്ക്. ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിക് ആസിഡുകളെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെയോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്ന DNA അതുപോലെ തന്നെ RNA ഇവരെയും അതോടൊപ്പം തന്നെ പ്രോട്ടീൻസിനെയും നമ്മൾ ഒരു മിക്സ്ചറിൽ നിന്ന് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്ലോട്ടിംഗ് ടെക്നിക്സ്. ഇത് ഈ ബ്ലോട്ടിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്നോസിസിനായിരിക്കും. ഇനി പലതരത്തിലുള്ള ബ്ലോട്ടിംഗ് ടെക്നിക്സുകളുണ്ട്. അതിൽ സതേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സതേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് DNA ഡിറ്റക്ഷനുള്ള ടെക്നിക്കാണ്. ഇനി RNA ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉള്ളതാണെങ്കിൽ അതിനെ നമ്മൾ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നു. ഇനി വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി ഉള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോർത്തേൺ ബ്ലോട്ടിംഗ് ആണ്. നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ആദ്യമായി ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് 1977 അപ്പം ഇതിനു മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ് സതേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം സതേൺ ബ്ലോട്ടിംഗ് എക്സ്പ്ലെയിൻ ചെയ്തത് 1975 അതിനുശേഷമാണ് നോർത്തേൺ ബ്ലോട്ടിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിന് ഈ പേര് വന്നതിൻ്റെ കാരണം ബ്ലോട്ടിംഗ് ടെക്നിക്സുകളിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സതേൺ ബ്ലോട്ടിംഗ്, അതായത് DNA ഐഡൻറ്റിഫിക്കേഷനുള്ള ടെക്നിക്കാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തത് എഡ്വിൻ സതേൺ എന്നറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് അതിന് സതേൺ ബ്ലോട്ടിംഗ് എന്നുള്ള പേര് നൽകിയത്. അതിനുശേഷം, അതായത് സതേൺ ബ്ലോട്ടിംഗ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കണ്ടുപിടിച്ച ടെക്നിക്ക് ആയതുകൊണ്ടാണ് അതിന് നോർത്തേൺ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത്. നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഈ ടെക്നിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്തത് ജെയിംസ് ആൽവിൻ, ഡേവിഡ് കെമ്പ്, അതോടൊപ്പം തന്നെ ജോർജ് സ്റ്റാർക്ക് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വലിയ സാമ്പിളിൽ നിന്നൊക്കെ നമുക്ക് ഒരു RNA, നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള RNAയുടെ സീക്വൻസിനെ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു RNA ഫ്രാഗ്മെൻറ്റിനെയൊക്കെ ഒരു വലിയ സാമ്പിളിൽ നിന്നും ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ സതേൺ ബ്ലോട്ടിങ്ങിലുള്ള സ്റ്റെപ്പുകളുമായിട്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് നോർത്തേൺ ബ്ലോട്ടിങ്ങിനകത്തിൽ വരുന്ന സ്റ്റെപ്പുകളും. എന്നാൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നോർത്തേൺ ബ്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്പുകളെന്ന്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ RNA നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. ഒന്നുകിൽ അതൊരു വലിയ സാമ്പിൾ ആയിരിക്കും, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള RNA ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു സെല്ലിൽ നിന്നും, ഒന്നുകിൽ ഒരു സാമ്പിൾ, ഒരു വലിയ RNA സാമ്പിളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്നോ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ RNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. ഇനി നമ്മളൊരു സെല്ലിൽ നിന്ന് ആണ് നമ്മൾ RNA എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ സെല്ലിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കാനുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സെൽ മെംബ്രെയിനെ ലൈസിസ് നടത്തി അതിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആ സെല്ലിൽ നിന്നും ആ സെല്ലിൻ്റെ ബാക്കി കമ്പോണൻസിനെ എല്ലാവരെയും നമ്മൾ ബ്രേക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു RNA മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ നമ്മളൊരു RNA എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ RNA എപ്പോഴും അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ ആയിരിക്കും. അതായത് ആ ഒരു RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡാണ് നമുക്കറിയാം. എന്നാൽ ആ സിംഗിൾ സ്ട്രാൻഡിൽ തന്നെയുള്ള പല റീജിയൻസും കോംപ്ലിമെൻ്ററി പെയറിങ് നടത്താൻ കഴിവുള്ള റീജിയൻസ് ആയിരിക്കും.
അപ്പം RNA എപ്പോഴും ഇരിക്കുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടല്ല. നമുക്ക് DNA ഒക്കെ കിട്ടുന്ന പോലെ ഒരു ലീനിയർ സ്ട്രക്ചറായിട്ട് നമുക്ക് RNA കിട്ടത്തില്ല. ഇവരെപ്പോഴും ഇരിക്കുന്നത് അവരുടെ സെക്കൻഡറി സ്ട്രക്ചറലായിട്ട്, അതായത് അതിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോംപ്ലിമെൻ്ററി റീജിയൻസ് തമ്മിൽ പെയർ ചെയ്തിട്ട് ഒരു പെയേർഡ് സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്ട്രക്ചറിലാണ് RNA എപ്പോഴും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സെല്ലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്ന് പറയുന്ന RNA എപ്പോഴും ഒരു കോയിൽഡ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സിംഗിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ പോലും അവർ ലീനിയർ ആയിട്ടല്ല ഇരിക്കുന്നത്. അവർ ഒന്ന് ചുരുണ്ടുകൂടി ഒരു കോയിൽഡ് നേച്ചറിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ ഫോമിലായിരിക്കും RNA എപ്പോഴും കാണുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്യുന്നു. അപ്പം ഈ ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ DNA കേസിലും അത് പറഞ്ഞതാണ്. അതായത് ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ RNA എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചർ കാണിക്കുന്നത് കൊണ്ട്, അതായത് RNA ഒരു കോംപ്ലക്സ് ഫോമിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ സെക്കൻഡറി സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതിനെ നമുക്ക് ചെറിയ സ്മോൾ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്യുന്ന ആ സാമ്പിളിലേക്ക് നമ്മൾ ഫോർമാൽഡിഹൈഡിനെയോ അല്ലെങ്കിൽ ഗ്ലയോക്സാലിനെയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫോർമാൽഡിഹൈഡോ അല്ലെങ്കിൽ ഗ്ലയോക്സാലോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ RNA അവരുടെ സെക്കൻഡറി നേച്ചറിനെ അവർ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ലീനിയർ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളെ നമുക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫോർമാൽഡിഹൈഡിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു അഗാറോസ് ജെല്ലിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫ്രാഗ്മെൻറ്റുകളെ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഈ ഫ്രാഗ്മെൻറ്റുകൾ എന്ന് പറയുന്നത് നീളം കൂടിയ ബാൻഡുകൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ടും നീളം കുറഞ്ഞത് ഷോർട്ടർ ബാൻഡുകളെ നമുക്ക് ഏറ്റവും താഴെയുമായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാൻഡുകളുടെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ DNA ജെൽ ഇലക്ട്രോഫോറോസിസിൽ കണ്ടതുപോലെ തന്നെയാണ്. അവിടെയും വലിയ ബാൻഡുകൾ ഏറ്റവും ആദ്യത്തെ ഭാഗത്തും ഇനി ഷോർട്ടർ ആയിട്ടുള്ള ബാൻഡുകൾ ഈ ജെൽ ഇലക്ട്രോഫോറോസിസിൻ്റെ ജെല്ലിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുമായിരുന്നു നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് സാധിക്കുന്നു? ഈ RNA ഫ്രാഗ്മെൻറ്റുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇവരുടെ ബ്ലോട്ടിംഗ് നടത്തുന്നു. അതായത് നമ്മുടെ ജെൽ ഇലക്ട്രോഫോറോസിസിൻ്റെ ആ അഗാറോസ് ജെല്ലിൽ സെപ്പറേറ്റ് ചെയ്തെടുത്ത ആ ഷീറ്റിനെ നമ്മൾ ബ്ലോട്ടിംഗ് ടെക്നിക്കിന് വിധേയമാക്കുന്നു. ഈ കേസിൽ, അതായത് നോർത്തേൺ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ നമ്മുടെ RNA സെപ്പറേഷൻ കേസിൽ നമ്മൾ ബ്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഫിൽറ്റർ പേപ്പറാണ്. അതിനെ നമ്മൾ അമിനോ ബെൻസൈലോക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പർ എന്നാണ് വിളിക്കുന്നത്. അപ്പം RNA ബ്ലോട്ടിംഗ് ടെക്നിക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫിൽട്ടർ പേപ്പറിനെ നമ്മൾ പറയുന്നത് അമിനോ ബെൻസൈലോക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പർ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ സതേൺ ബ്ലോട്ടിംഗ്, അതായത് DNA സെപ്പറേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ നമ്മളൊരു ബ്ലോട്ടിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് DNA കേസിൽ നമ്മൾ ബ്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പർ ആയിരുന്നു. എന്നാൽ RNA സെപ്പറേഷൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പർ അല്ല, പകരം അമിനോ ബെൻസൈലോക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകളെല്ലാം നമ്മുടെ DNA ഐസൊലേഷൻ്റെ, അതായത് സതേൺ ബ്ലോട്ടിങ്ങിൻ്റെ കേസിൽ ചെയ്തതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ബ്ലോട്ടിങ്ങിൻ്റെ പ്രൊസീജിയറെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബഫർ സൊല്യൂഷനെ എടുക്കുന്നു. ഈ ബഫർ സൊല്യൂഷൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്പോഞ്ച് അല്ലെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയലിനെ വെക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അഗാറോസ് ജെൽ ഷീറ്റ്, ആ ഷീറ്റിനെ നമ്മൾ വെക്കുന്നു. ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ അമിനോ ബെൻസൈലോക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പറിനെ കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നു. ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ചുകൂടി
മറ്റു തരത്തിലുള്ള കുറച്ചുകൂടി ഫിൽറ്റർ പേപ്പറുകളെ വെക്കുന്നു. ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു വെയിറ്റും കൊടുക്കുന്നു. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ സതേൺ ബ്ലോട്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയാണ്. നമ്മുടെ ഫിൽറ്റർ പേപ്പർ മാത്രമേ ഉള്ളൂ ഇവിടെ മാറി വരുന്നത്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് ഒരു വെയിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ബഫർ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ ബഫർ സൊല്യൂഷൻ ഈ സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന് മുകളിലുള്ള ഈ കാണിച്ചിരിക്കുന്ന അഗാറോസ് ജെൽ ഷീറ്റിലേക്ക് കിട്ടുന്നു. അവിടെ നിന്നും അത് നമ്മുടെ ഫിൽറ്റർ പേപ്പറായ അമിനോ ബെൻസൈൽ ഓക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പറിലേക്കും കിട്ടുന്നു. അപ്പം ഈ ഫിൽറ്റർ പേപ്പറിലേക്കും കിട്ടി. അവിടെ നിന്നും ഈ സൊല്യൂഷൻ ബഫർ സൊല്യൂഷൻ എവിടേക്ക് പോകുന്നു, ഏറ്റവും മുകളിലുള്ള ഫിൽറ്റർ പേപ്പറുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ ബഫർ സൊല്യൂഷൻ സഞ്ചരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അഗാറോസ് ജെല്ലിൽ, ഇതാണ് അഗാറോസ് ജെല്ല്, ഇതിലിരിക്കുന്ന ഈ RNA ഫ്രാഗ്മെൻറ്റുകളെ അവർ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അഗാറോസ് ജെല്ലിൽ ഇരിക്കുന്ന RNA ഫ്രാഗ്മെൻറ്റുകളെ അവർ മുകളിലേക്ക് ബഫർ സൊല്യൂഷൻ തള്ളിക്കൊണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന അമിനോ ബെൻസൈൽ ഓക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പർ, ഈ ബ്ലൂ കളറിലുള്ള പേപ്പറിലേക്ക് എന്ത് എത്തിച്ചേരുന്നു, നമ്മുടെ RNA ഫ്രാഗ്മെൻറ്റുകൾ എത്തിച്ചേരുന്നു. ഇങ്ങനെ RNA ഫ്രാഗ്മെൻറ്റുകൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബഫർ സൊല്യൂഷൻ വീണ്ടും കാപ്പിലറി ആക്ഷൻ കാരണം മുകളിലുള്ള ടിഷ്യൂ പേപ്പറിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ RNA ഫ്രാഗ്മെൻറ്റുകൾ ഈ ഫിൽറ്റർ പേപ്പറിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. അതായത് അമിനോ ബെൻസൈൽ ഓക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പറിൽ നമ്മുടെ RNA ഫ്രാഗ്മെൻറ്റുകൾ ഇരിക്കുന്നു. ആ പേപ്പറിനെ കൂടി കവർ ചെയ്ത് മുകളിലേക്ക് പോകാൻ RNAക്ക് സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ അഗാറോസ് ജെല്ലിലായിട്ട് ഇരുന്ന RNA സീക്വൻസുകളെല്ലാം ഇപ്പോൾ എവിടെ എത്തി, നമ്മുടെ അമിനോ ബെൻസൈൽ ഓക്സി മീഥൈൽ ഫിൽറ്റർ പേപ്പറിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. അതായത് നമ്മൾ ഈ ഫിൽറ്റർ പേപ്പറിൽ കിട്ടിയ, അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ ഫിൽറ്റർ പേപ്പറിലേക്ക് നമ്മൾ ബ്ലോട്ട് ചെയ്ത് എടുത്ത ആ ഒരു പേപ്പറിനെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കിനെ വിധേയമാക്കുന്നു. ഇവിടെ നമ്മൾ സതേൺ ബ്ലോട്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ്, അതായത് P32 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രോബിനെ ഉപയോഗിച്ച് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സതേൺ ബ്ലോട്ടിങ്ങിൽ ഉപയോഗിച്ചതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു DNA പ്രോബിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് നമ്മൾ DNA പ്രോബിനെ ഉപയോഗിച്ചത്. സതേൺ ബ്ലോട്ടിങ്ങിന് നമ്മൾ DNA പ്രോബിനെ ഉപയോഗിച്ചതിൻ്റെ കാരണം അവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് നമ്മളൊരു DNA ഫ്രാഗ്മെൻറ്റിനെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവിടെ നമ്മൾ DNA പ്രോബിനെ ഉപയോഗിച്ചത്. എന്നാൽ നോർത്തേൺ ബ്ലോട്ടിങ്ങിൽ നമ്മൾ DNA പ്രോബിനെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എപ്പോഴും ഒരു RNA ഹൈബ്രിഡ് ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് ഒരു DNA ഹൈബ്രിഡ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും പ്രോബായിട്ട് ഒരു DNA തന്നെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് നടത്തിയിട്ടുള്ള ഒരു DNA നമ്മൾ പ്രോബായിട്ട് ഉപയോഗിക്കുന്നു. ആ പ്രോബിനെ നമ്മൾ ഇതിലേക്ക് കടത്തിവിട്ടതിന് ശേഷം ഈ പ്രോബിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ് നടത്തുന്നത്. ഇപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നത് ഒരു DNA ഹൈബ്രിഡാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ RNA എന്ന് പറയുന്നതിൽ അതിന് RNAയിലെ സീക്വൻസുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യുറാസിൽ, അഡിനിൻ, അതായത് UAG ഇങ്ങനെയുള്ള സീക്വൻസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതുമായിട്ട് നമ്മുടെ ഫിൽറ്റർ പേപ്പറിലുള്ള RNAയിലുള്ള സീക്വൻസുകളാണ് ഈ കാണുന്ന സീക്വൻസുകൾ. ഈ സീക്വൻസുകളെ നമുക്ക് അറിയാവുന്ന ഒരു സീക്വൻസ് ആണ്. അതായത് യുറാസിൽ, അഡിൻ, ഗ്വാനിൻ എന്ന് പറയുന്ന ഈ ഓർഡറിലുള്ള സീക്വൻസുകളെ നമുക്ക് അറിയാം. അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഈ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഈ ഒരു സീക്വൻസിന് കോംപ്ലിമെൻ്ററി പെയറിങ് നടത്താൻ കഴിവുള്ള ഒരു DNA പ്രോബിനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന DNA പ്രോബിലുള്ള സീക്വൻസ് എന്ന് പറയുന്നത്
എ ടി സി എ സി ജി ഇങ്ങനെ പോകുന്ന സീക്വൻസുകളാവണം ഉള്ളത്. ഇങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ പ്രോബായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ് വന്നിട്ട് ഇവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA സീക്വൻസിനെ കണ്ടെത്തുകയും അതുമായിട്ട് പെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ കൊടുത്ത DNA പ്രോബ് എന്ന് പറയുന്നതിൻ്റെ സീക്വൻസ് അഡിനിൻ, തയമിൻ, സൈറ്റോസിൻ, അഡിനിൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു RNA ഫ്രാഗ്മെൻറ്റിനെ കണ്ടെത്തുകയും അതുമായിട്ട് പെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം RNAയുടെ കേസിൽ നമുക്കറിയാം തയമിന് പകരം RNAയിൽ യുറാസിലാവും ഉണ്ടായിരിക്കുക എന്ന്. അപ്പം ഇവർ കോംപ്ലിമെൻ്ററി പെയറിങ് നടത്തുന്നു. അതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ വിത്ത് പ്രോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് സതേൺ ബ്ലോട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോംപ്ലക്സ്, അതായത് ഈ ഹൈബ്രിഡൈസേഷൻ നടന്ന് നമുക്ക് കിട്ടിയ RNA DNA ഹൈബ്രിഡിനെ നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യുന്നു. അപ്പം ഓട്ടോ റേഡിയോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ ഒരു ഹൈബ്രിഡുകൾ, അതായത് ഈ പെയറിങ് നടന്ന് ഇരിക്കുന്ന സീക്വൻസുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതായത് നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ആ ടെക്നിക്കിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇതിനെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നോർത്തേൺ ബ്ലോട്ടിംഗ് മാത്രമല്ല, എല്ലാ ബ്ലോട്ടിംഗ് ടെക്നിക്കുകളെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്നോസിസിനാണ്. അതുപോലെ തന്നെ നോർത്തേൺ ബ്ലോട്ടിങ്ങിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയാണ്. അതായത് നമുക്കറിയാം വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും RNA ആയിരിക്കും. അപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഡയഗ്നോസിസ് നടത്താനായിട്ട് നമ്മൾ ഈ ഒരു ടെക്നിക്കിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സാമ്പിളിൽ നിന്നും നമ്മൾ നോക്കി നടക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള mRNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് RNA ഡീഗ്രഡേഷനും അതുപോലെ തന്നെ RNA സ്പ്ലൈസിങ്ങിനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ടും ഈ ടെക്നിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഒരു വലിയ സാമ്പിളിൽ നിന്നും ഒരു സ്പെസിഫിക് mRNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം RNA ഡീഗ്രഡേഷനും അതുപോലെ സ്പ്ലൈസിങ് ടെക്നിക്കുകളൊക്കെ പഠിക്കാനായിട്ട് അതിൻ്റെ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ ഈ ടെക്നിക്കിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർത്തേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.